സ്റ്റുഡൻസ്, ഇന്ന് ട്രിഗ്നോമെട്രിയുടെ ഒരു വീഡിയോ തന്നെയാണ്. ട്രിഗ്നോമെട്രിയിലെ അല്പം വലിയൊരു പ്രോബ്ലമാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഒരാൾ, അയാളുടെ പൊക്കമൊന്നും പറഞ്ഞിട്ടില്ല, ഒരാൾ, എ മാൻ, ഒരാൾ അല്പം അകലെയുള്ളൊരു ബിൽഡിംഗ്, അതേ നിരപ്പിൽ തന്നെ അല്പം അകലെയുള്ളൊരു ബിൽഡിങ്, 10 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അയാൾ നിൽക്കുന്നത് ഈ ടവർ AB എന്ന് പറയുന്ന ടവറിൻ്റെ മുകളിലാണ് അയാൾ നിൽക്കുന്നത്. CD എന്ന് പറയുന്ന ഒരു ബിൽഡിങ് 10 മീറ്റർ ഉയരമുള്ളത് അയാൾ മുകളിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് ആദ്യം നോക്കിയപ്പോൾ മുകളിൽ നിന്ന് അതിൻ്റെ താഴ്ഭാഗം നോക്കിയാൽ താഴ്ഭാഗം ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെയാണ് നോക്കുന്നത്, 60 ഡിഗ്രിയിൽ നോക്കുന്നു. ഇങ്ങനെ 60 ഡിഗ്രിയിൽ നോക്കുന്നു. അയാൾ 60 ഡിഗ്രിയിൽ നോക്കി. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം നോക്കുന്നത്, അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വരയ്ക്കാം. അതിൻ്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രിയിലാണ് നോക്കുന്നത്? 30 ഡിഗ്രിയിൽ നോക്കുന്നു. അതായത് 30 ഡിഗ്രി, ഇതാണ് 30 ഡിഗ്രി, 30 ഡിഗ്രിയിൽ നോക്കുന്നത്, 30 ഡിഗ്രി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് 60 ഡിഗ്രിയിൽ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ 60 ഡിഗ്രി എഴുതിയത്? ഇത് രണ്ട് പാരലൽ ലൈൻസാണ് കേട്ടോ. ഇതും സമാന്തരമായ രേഖകളാണ്. അതിനെ ഒരു ഇതുണ്ട്, ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഈ ആംഗിളും ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ്, ഏകാന്തര കോണുകളാണ്, അവ തുല്യമാണ്. അതുപോലെ തന്നെ ഇതും പാരലൽ ലൈൻസ് ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ബിൽഡിങ്, ഒരു ടവറ്, ഒരു ബിൽഡിങ്, അയാൾ നോക്കുകയാണ്, താഴത്തോട്ട് നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 60 ഡിഗ്രിയിൽ കാണുന്നു. ഇനി അതിന് മുകൾ ഭാഗം 30 ഡിഗ്രി കാണുന്നു. ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ 60 ഡിഗ്രിയിൽ താഴ്ഭാഗവും 30 ഡിഗ്രിയിൽ മുകൾ ഭാഗവും കാണുന്നു. രണ്ടും ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്, കീഴ്ക്കോണിലാണ് കാണുന്നത്. എങ്കിൽ ഈ ടവറിൻ്റെ ഉയരം എന്ത്, എത്ര അകലെയാണ് അയാൾ ഈ ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ് അയാൾ നിൽക്കുന്നത്? ഇതാണ് ചോദ്യം. ഇത് ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്. ഒരു ട്രയാങ്കിൾ കണ്ടിരിക്കുന്ന ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിലാണ് ഈ 60 ഡിഗ്രി എടുക്കുന്നത്. ഇത് ഞാൻ M എന്നിടാം. AMC എന്ന് പറയുന്ന ട്രയാങ്കിളിലാണ് ഇത് 30 ഡിഗ്രി കിടക്കുന്നത്. ഈ BD എന്ന് പറയുന്ന നീളവും ഈ MC എന്ന് പറയുന്ന നീളവും ഒന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്തിട്ട് 60 ഡിഗ്രി വെച്ചിട്ട് അതിൻ്റെ ടാൻ എടുക്കുകയാണ്. ടാൻ 60 എന്തിനാണെന്നറിയാമോ? ഈ സൈഡ് BD എന്ന് പറയുന്നത് ഈ 60 ഡിഗ്രി വെച്ചും BD കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. ഈ 30 ഡിഗ്രി വെച്ചും MC, അതായത് ഈ BD കാണാൻ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തിട്ട് ടാൻ 60 എടുക്കണം. സിമ്പിളാണ്. ആദ്യം ഈ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക, ടാൻ 60 എടുക്കുക. ടാൻ 60 എന്ന് പറയുമ്പോൾ ഞാൻ ഈ ABയെ ഞാൻ X ആയിട്ട് കരുതാൻ പോവുകയാണ്. AB ടവറിൻ്റെ ഉയരത്തെ ഞാൻ X ആയിട്ട് കരുതാൻ പോവുകയാണ്. എങ്കിൽ ഈ MB എന്ന് പറയുന്നത് 10 ആണല്ലോ, ഇത് 10 ആയതുകൊണ്ട് NBയും 10 ആണ്. അപ്പോൾ AM എത്രയായിരിക്കും? ഇത് മൊത്തം X ആണെങ്കിൽ ഈ 10 അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. Xയിൽ നിന്ന് 10 കുറച്ചാൽ AMഉം കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം വേണം ടാൻ 60 എടുക്കാൻ. ടാൻ 60 ഈക്വൽസ് എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ X ആണ്, X ബൈ അഡ്ജസൻറ്റ് സൈഡ് BD ആണ്. എതിർവശം ബൈ സമീപവശം, എതിർവശം ഈ X ആണ്, AB, അതായത് X ആണ്. സമീപവശമോ ഈ BD ആണ്, X ബൈ BD. ഇനി ടാൻ 60ൻ്റെ വില നമുക്കറിയാം. ടാൻ 60ൻ്റെ വില √3 ആണ്. അപ്പോൾ √3 ഈക്വൽസ് X ബൈ BD. ക്രോസ് ആയിട്ട് ഗുണിക്കാം. BD √3 ഈക്വൽസ് X. BD ഈക്വൽസ് X ബൈ √3. BD ഈക്വൽസ് X ബൈ √3 ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ BD കാണാൻ ABD എന്ന് പറയുന്ന ത്രികോണം ട്രയാങ്കിൾ എടുത്തിട്ട് ടാൻ 60 എടുത്ത് ഒരു ഇക്വേഷൻ കാണുന്നു. ഇനി BD കാണാൻ, BD എന്ന് പറഞ്ഞാൽ MC തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ AMC, ആ ട്രയാങ്കിളിൽ ടാൻ 60 എടുത്താൽ ടാൻ 30 എടുത്താൽ ടാൻ 30 ആണ്. 30 എടുത്താൽ ഈ BD കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഇവിടെ ടാൻ 30 എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് X - 10 AM, അതായത് X - 10 ബൈ MC അല്ലേ. MCക്ക് പകരം BD എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ BDയും MCയും ഒരേ നീളമാണ്. അതായത് ടാൻ 30 എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് X - 10 ഡിവൈഡഡ് ബൈ MC, അതായത് BC. ഇപ്പോൾ പിടിയിട്ടില്ലേ? ടാൻ 30 എന്ന് പറയുന്നത് എതിർവശം X - 10 ബൈ സമീപവശം MC ആണ്. അതിന് പകരം BD എന്ന് എഴുതിയാലും മതി.
നമുക്കൊരു ഫോർമുല ഉണ്ടാക്കി എടുക്കാം. ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. 1/√3 ഈക്വൽസ് എക്സ് മൈനസ് 10/BC. എക്സ് മൈനസ് 10/BC. ടാൻ 30ൻ്റെ വില 1/√3 എക്സ് മൈനസ് 10/BC. ക്രോസ് ആയിട്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് കിട്ടി? BC × 1. BC ഈക്വൽസ് √3 ഇൻറ്റു എക്സ് മൈനസ് 10. ഇങ്ങനെ രണ്ടാമത് BC അല്ല BD ആണ്. BD കാണാനുള്ള ഫോർമുല രണ്ടാമത് കിട്ടി. BD ആണ്. അപ്പോൾ ടാൻ 30 എടുത്തപ്പോൾ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എക്സ് മൈനസ് 10/BD. ടാൻ 30ൻ്റെ വില ഇട്ടു, ക്രോസ് ആയിട്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് BD കിട്ടി. √3 ഇൻറ്റു എക്സ് മൈനസ് 10. BD കാണാനുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. BD കാണാനുള്ള ഈ ഒരു ഇക്വേഷനുണ്ട്. ഇത് രണ്ടും BD കാണാനുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണെന്ന് പറയാം. അതായത് ഈ BD കാണാനുള്ള ഇക്വേഷൻ x/√3, BD ഇവിടെ x/√3 ആണ്, അതും ഈ BD എന്ന് പറയുന്നതാണ് ഇവിടെ √3 ഇൻറ്റു എക്സ് മൈനസ് 10 അതും തുല്യമാണ്. രണ്ട് BD കാണാനുള്ളതാണല്ലോ, അപ്പോൾ തുല്യമാണ്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ക്രോസ് ആയിട്ട് ഗുണിക്കാം. ഇവിടെ ഒന്നിട്ടാൽ 1 ഇൻറ്റു എക്സ് ഈക്വൽസ് √3 ഇൻറ്റു √3 3. എക്സ് മൈനസ് 10 അവിടെ കിടക്കട്ടെ. ഇനി എക്സ് ഈക്വൽസ് 3 ഇൻറ്റു എക്സ് 3x. 3 ഇൻറ്റു മൈനസ് 10 മൈനസ് 30. എക്സ് ഈ 3xനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരാം. -3x സമം -30. അതായത് എക്സ് -3x -2x. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ കുറയ്ക്കണം. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കുറച്ച് വലുതിട്ട് ചിഹ്നം. 2x/-30. അപ്പോൾ എക്സ് ഈക്വൽസ് എന്തായിരിക്കും? അവിടെ -30 ഉണ്ട്. ഈ 2 അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സൈൻ മാറില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം സൈൻ ആയതുകൊണ്ട് പ്ലസ്. 30/2 15 മീറ്ററാണ് എക്സ്. അതായത് ഈ ടവറിൻ്റെ ഉയരം 15 മീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് കാണണം? നമുക്ക് BD കാണണം. അതായത് ഈ കെട്ടിടവും ഈ ടവറും തമ്മിലുള്ള അകലം കാണണം. അത് കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ BD കാണാൻ 2 ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. ഇതുണ്ട്, BD കാണാനുള്ള ഇക്വേഷൻ ഇതുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഇക്വേഷനിലോ എക്സ് നമുക്കറിയാം 15, ആ എക്സിൻ്റെ വില ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ ഇക്വേഷൻ ഇതായതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് ആ ഇക്വേഷൻ? ഇങ്ങനെയാണ്. BD ഈക്വൽസ് എന്താണ്? x/√3. BD ഈക്വൽസ് x/√3 ആണ്. അതായത് BD ഈക്വൽസ് എക്സ് അറിയാം എത്രയാണ്? 15/√3 ആണ്. അതായത് BD ഈക്വൽസ് 15/√3. ആ √3 താഴെ വന്നാൽ ഡിനോമിനേറ്റർ ഛേദം √3 വന്നാൽ മുകളിലും താഴെ √3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് പഠിച്ചിട്ടുണ്ട്. 15 ഇൻറ്റു √3 15√3 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 എത്രയാണ്? 3. √2 ഇൻറ്റു √2 2. √3 ഇൻറ്റു √3 3. √3 ഇൻറ്റു √3 3. 3നെ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 5 √3. അതായത് 5 ഇൻറ്റു 1.73. ഇതാണ് ഈ ടവറും ഈ ബിൽഡിങ്ങും തമ്മിലുള്ള അകലം. അപ്പം നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണ് ഇത്? 60 ഡിഗ്രി 30 ഡിഗ്രി അങ്ങനെ 2 ഡിഗ്രിയിൽ 2 ട്രയാങ്കിൾ ഉണ്ട്. ഒരെണ്ണം ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഒന്ന് AMC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ടാൻ 60 എടുത്തു. ഞാൻ ആദ്യം ടാൻ 60 എടുത്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതിൻ്റെ എതിർവശം എന്ന് പറയുന്നത് എക്സ് ആണ്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് BD ആണ്. അതിങ്ങനെ ചെയ്തപ്പോൾ എന്ത് കിട്ടി? BD ഈക്വൽസ് x/√3 എന്ന് കിട്ടി. ഇനി ഞാൻ 30 ഇട്ട് ചെയ്യുകയാണ്. 30 ഇട്ട് ചെയ്യുമ്പോഴോ ടാൻ 30 എന്ന് പറയുന്ന എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? x-10 ഡിവൈഡഡ് ബൈ MC ആണ് എഴുതേണ്ടത്. അതിന് പകരം BD എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ x-10 ഇൻറ്റു BD. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. ടാൻ 30 ഈക്വൽസ് x-10 ഡിവൈഡഡ് ബൈ BD എന്ന് എഴുതി. ടാൻ 30ൻ്റെ വില 1/√3 ആണ്. ക്രോസ് ആയിട്ട് ഗുണിച്ചപ്പോൾ മറ്റൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ BD കാണാനുള്ള 2 ഇക്വേഷൻ കിട്ടിയ കാരണം ഈ BD കാണാനുള്ള ഇക്വേഷനാണ് രണ്ടും. അപ്പോൾ x/√3യും ഈ കിടക്കുന്നതും തുല്യമാണെന്ന് അറിയാം. അതുകൊണ്ട് അത് രണ്ടും തുല്യമാണെന്ന് എഴുതി. x/√3 ഈക്വൽസ് √3 ഇൻറ്റു x-10 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഒന്നിട്ടാലാണ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുള്ളൂ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എക്സ് കിട്ടി. x ഇൻറ്റു 1 ഈക്വൽസ് x. √3 ഇൻറ്റു √3 3 ഇൻറ്റു x-10 3 ഇൻറ്റു x 3x 3 ഇൻറ്റു -10 -30. അതിൽ നിന്ന് 3x അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ എന്തായി? x -3x -2x. ഇവിടെ -30. x അവിടെ നിർത്തി. -30നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. 15 ആണ് എന്താ? ഈ ടവറിൻ്റെ ഉയരം.
ഇനി നമുക്ക് ബി ഡി ആണ് കാണേണ്ടത്. ഈ ബി ഡി കാണുവാൻ എന്ത് ചെയ്യണം? അതായത് ടവറും ആ ബിൽഡിങ്ങും തമ്മിലുള്ള അകലം ബി ഡി കാണുവാൻ ഒരു ഇക്വേഷൻ ഇവിടെ ബി ഡി കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൽ ഇപ്പോൾ കിട്ടിയാൽ 15 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും? ബി ഡി ഈക്വൽസ് 15/√3. ആ 15/√3യെ √3 ഒഴിവാക്കാൻ മുകളിലും താഴെയും √3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. √3 × √3 3 ഡിവൈഡ് ചെയ്തപ്പോൾ 5√3. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കാണുക, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകണം. പലർക്കും പ്ലേലിസ്റ്റ് എടുക്കാൻ അറിയില്ല. ഈ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഒരു സർക്കിളിൽ എൻ്റെ ഒരു ഫോട്ടോ കിടക്കുന്നുണ്ട്. അതിന് നേരെ എൻ്റെ പേരുമുണ്ട്. ആ ഫോട്ടോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മൾ നമ്മുടെ ചാനലിലോട്ട് പോകും, സൈറ്റിലോട്ട് പോകും, ഹോമിലേക്ക് പോകും. ആ ഹോമിൽ മുകളിൽ പ്ലേലിസ്റ്റ്, വീഡിയോസ്, അങ്ങനെ പലതും കിടക്കുന്നുണ്ട്. അതിൽ പ്ലേലിസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലെയും 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ഇവയിലെ ഓരോ ക്ലാസ്സിലെയും ഓരോ സബ്ജക്റ്റിലെയും വീഡിയോസ് തരം തിരിച്ച് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ വീഡിയോ ആണെങ്കിൽ SSLC മാത്സ് എന്നിട്ടിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ മാത്സിൻ്റെ എല്ലാ വീഡിയോസും വരും. പല പല ചാപ്റ്റേഴ്സിലെ വീഡിയോസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിലെയും 1ാം ഭാഗം, 2ാം ഭാഗം, 3ാം ഭാഗം എന്ന് തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ വീഡിയോ നമ്മളൊരു ട്യൂഷന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലിരിക്കുമ്പോൾ എങ്ങനെയാണോ ടീച്ചർ പഠിപ്പിക്കുന്നത് അതുപോലെ ഒരാൾ വന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെ നെറ്റിലൂടെയുള്ള ഈ പഠനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ശല്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഒരു പ്രാവശ്യം ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല പഠന മാർഗ്ഗമാണ്. പഠിക്കണം. ഒരാൾ നിർബന്ധിക്കാതെ സ്വയം പഠിക്കും. എനിക്ക് സ്വയം പഠിക്കണമെന്ന് വിചാരമുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. മടിയന്മാർക്ക് ഇത് പറ്റില്ല. മടിയന്മാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യും, എന്നിട്ട് ചുമ്മാ ഓടിച്ചു നോക്കും, ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. എനിക്ക് കണക്കറിയാം, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ഒരാൾ പറഞ്ഞു തന്നാൽ ഞാൻ കണക്ക് പഠിച്ചോളാം. അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ട്യൂഷൻ എപ്പോഴും, ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ, ട്യൂട്ടോറിയൽസ് എപ്പോഴും സാധാരണ ക്ലാസ്സിനേക്കാൾ വളരെ നന്നായിട്ട് അനുഭവപ്പെടും. എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് കാണുക. SSLC ആകുമ്പോൾ ഒരുപാട് വീഡിയോകൾ ഞാൻ എല്ലാ സബ്ജക്റ്റിനും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ കൊണ്ട് തന്നെ, ഇത് കണ്ട് തന്നെ നിങ്ങൾക്ക് A+ മേടിക്കാൻ സാധിക്കും.